ദൈവത്തിൻ്റെ ആലോചന ശാശ്വതമാണ്. അത് തലമുറയായും ഇരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആലോചന നിവൃത്തിയാകും. ദൈവത്തിൻ്റെ വാക്ക് നിവൃത്തിയാകും. യേശു കർത്താവ് ഈ ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ ലോകരക്ഷകനായി ജനനമെടുക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. ആദിയിൽ ആദം പാപം ചെയ്തപ്പോൾ തന്നെ, അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ, പാപത്തിൻ്റെ വാഴ്ച ആരംഭിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആലോചന പുറപ്പെട്ടു. ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ രക്ഷകൻ അവതരിക്കും. ദൈവത്തിൻ്റെ ആലോചന അട്ടിമറിക്കുവാൻ ആർക്കും സാധ്യമല്ല. വാഗ്ദത്ത സന്തതിയെ കെടുത്തിക്കളയുവാൻ കഴിയുകയില്ല. അവൻ്റെ വളർച്ചയെ കെടുത്തുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് ജനനമെടുക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന രാജകൊട്ടാരത്തിൽ വന്ന് വിദ്വാൻമാർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഹെരോദ രാജാവ് നടുങ്ങിപ്പോയി. ശാസ്ത്രിമാരെ അവൻ വിളിച്ചു വരുത്തി ചോദിച്ചു, ക്രിസ്തു ജനിക്കുന്നത് എവിടെയാണ്? അവർ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധപ്പെട്ട തിരുവചനം വായിച്ചു കേൾപ്പിച്ചു. ആ വാർത്ത കേട്ട ഹെരോദാവ് ആ കുഞ്ഞിൻ്റെ വളർച്ചയെ തടയാൻ, അവൻ്റെ മുന്നെടുത്ത് തടയാൻ ബത്ലഹേമിൻ്റെ എല്ലാ അതിരുകളിലുമുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളെ ഒക്കെയും കൊന്നൊടുക്കി. എന്നാൽ അതിന് നടുവിലും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ യേശു കർത്താവ് വളർന്നു. അവനെ ഒതുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വാഗ്ദത്തമുള്ള നിന്നെ ഒതുക്കിക്കളയാൻ ആർക്കും കഴിയുകയില്ല. വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ ക്രിസ്തു വളർന്നെങ്കിൽ ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും വളരും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ വന്നത് മാനവകുലത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന സത്യമാണ്. കുരുടൻ്റെ കണ്ണു തുറന്നത് സത്യമാണ്. പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് നടക്കുന്നത് സത്യമാണ്. എന്നാൽ ഞാൻ വന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മരിക്കാനാണ്. സമ്പൂർണ്ണ ഹിതം വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ. അത് വെളിപ്പെടുമ്പോൾ എന്നെ അവർ പിടിക്കും, എന്നെ അവർ ക്രൂശിക്കും, വളരെ മൃഗീയമായി അവരെന്നെ അടിക്കും, അവരെന്നെ ക്രൂശിച്ച് കൊന്നുകളയും. എന്നാൽ അതുകൊണ്ട് അവസാനിക്കുകയില്ല. ഞാൻ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വാഗ്ദത്തം, പിതാവ് നൽകിയ വചനം. ഈ ആലോചന ശാശ്വതമാണ്. ഇത് തലമുറയായി ഇരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉയർക്കും. അവൻ്റെ ഉയർപ്പിനെ തടയാൻ കഴിയില്ല. യേശു കർത്താവിനെ കല്ലറയിൽ വെച്ച ഉടനെ ഒരു വലിയ കല്ല് യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഉരുട്ടി വെച്ചു. അവൻ പുറത്തു വരാതിരിക്കാൻ റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും വെച്ച്, കാവൽക്കാരെയും വെച്ച് അവർ കാത്തിരിക്കുമ്പോൾ വാഗ്ദത്തമുള്ളവനെ, അവൻ്റെ ഉയർപ്പിനെ തടയാൻ വേണ്ടി പല പദ്ധതികളും അവിടെ പീലാത്തോസ് നടപ്പിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവർ കാവൽ നിൽക്കുമ്പോൾ തന്നെ
സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് ആ കല്ലുരുട്ടി മാറ്റി. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആ കല്ലറയിൽ വ്യാപരിച്ച് 3-ാം നാൾ യേശുവിനെ പിതാവ് ഉയർപ്പിച്ചു. ഈ ആലോചന ശാശ്വതമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തലമുറയായിട്ടുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും ഉയർത്തെഴുന്നേൽക്കും. നിന്റെ ഉയർപ്പിനെ തടയാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. നിന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോകും. എന്നാൽ നിന്റെ അകത്തെ മനുഷ്യൻ്റെ ഉണർവിനെ തടയാൻ, അവൻ്റെ ഉയർപ്പിനെ തടയാൻ, അവൻ്റെ മുന്നേറ്റത്തെ തടയാൻ, വാഗ്ദത്ത സന്തതിയെ തടയാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. നിന്റെ ഉണർവിനെ തടയാൻ, നിന്റെ മുന്നേറ്റത്തെ തടയാൻ, നിന്റെ ഉയർപ്പിനെ തടയാൻ, നിന്റെ നിത്യ ജീവനെ തടയാൻ ആർക്കും സാധ്യമല്ല. വിശ്വസിക്കുക, യേശുവിൻ്റെ വാക്കിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.